നമസ്കാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉദ്യോഗസ്ഥ നിയമനത്തിൽ പോലും വഴിവിട്ട കളി കളിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ഉത്തർപ്രദേശിലെ ബി.ജെ.പി. സർക്കാർ മുസ്ലിം യാദവ് വിഭാഗങ്ങളിൽപ്പെട്ട പോലീസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെയും ഈ സമുദായങ്ങളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുള്ള മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലകളിൽ നിന്ന് പുറത്താക്കുന്നുവെന്ന് ആരോപിച്ച് സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി. വൈകാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 10 മണ്ഡലങ്ങളാണ് യുപിയിലുള്ളത്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ രാജിവെച്ച 10 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഈ വർഷം അവസാനം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുതിർന്ന രാജ്യസഭാ എംപിമാരായ രാംഗോപാൽ യാദവ്, ജാവേദ് അലി ഖാൻ എന്നിവരടങ്ങുന്ന സമാജ്വാദി പാർട്ടി പ്രതിനിധി സംഘം കമ്മീഷനെ കണ്ട് ഉത്തർപ്രദേശ് സർക്കാരിനെതിരായ തങ്ങളുടെ ആരോപണങ്ങൾ വിശദമാക്കുന്ന മെമ്മോറാണ്ടം കൈമാറി. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ നിയമസഭാ മണ്ഡലങ്ങളിലും ജില്ലകളിലും യാദവ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട മിക്ക പോലീസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാർ നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം ഈ സമുദായങ്ങൾ ഞങ്ങളുടെ അനുഭാവികളാണെന്നാണ് അറിയപ്പെടുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കാൻ സഹായിക്കുന്ന ബിഎൽഒമാരുടെ കാര്യവും സമാനമാണ് എന്നാണ് യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ബിഎൽഒമാരുടെ അന്തിമ പട്ടികയിൽ ഒരു മുസ്ലിമോ യാദവോ ഇല്ലെന്ന് അവകാശപ്പെട്ട യാദവ് നിയമസഭാ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പട്ടികയും ഉപതെരഞ്ഞെടുപ്പിനുള്ള കരട് അന്തിമ പട്ടികയും പ്രതിനിധി സംഘം കമ്മീഷന് സമർപ്പിച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികയിൽ ഒരു മുസ്ലിം മാത്രമേയുള്ളൂ. ഇതിന്റെ കാരണം ബഹുരസമാണ്. സർക്കാരിന് അവന്റെ പേരിൽ നിന്ന് അവന്റെ മതം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് എന്നും അദ്ദേഹം കളിയാക്കി. ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ നടപടിക്രമങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഭരണകക്ഷിയെന്ന് കമ്മീഷന് സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലും സീറ്റുകളിലും മുസ്ലിം യാദവ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടാകില്ല. ഇപ്രകാരമുള്ള വിവേചനം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ബിഎൽഒമാരുടെ നിയമനം നടക്കുന്നതെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്. നേരത്തെ നിയമിച്ച മിക്കവാറും എല്ലാ മുസ്ലിം യാദവ ബിഎൽഒമാരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അവർക്ക് പകരം ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചു എന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിവേദനം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി പരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് യാദവ് വ്യക്തമാക്കി. രാംഗോപാൽ യാദവിനെ കൂടാതെ ജാവേദ് അലി ഖാനും എസ്.പി. ലോക്സഭാ എം.പി. ധർമ്മേന്ദ്ര യാദവും മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച വൻ പരാജയം 10 സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ മറികടക്കാനുള്ള കുറുക്കുവഴിയാണ് ഭരണസ്വാധീനം ദുരുപയോഗിച്ച് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. ബി.ജെ.പിക്കെതിരെ നിലപാടെടുക്കുന്നതിൽ അറച്ചു നിന്നതിന്റെ പേരിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ ചെയ്ത വോട്ടുകളുടെ കണക്കിൽ വ്യക്തത നൽകാത്തതിന്റെ പേരിലും വിശ്വാസരാഹിത്യം നേരിടുന്ന കമ്മീഷൻ നിവേദനത്തിന്മേൽ എന്ത് നടപടിയെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം.